വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനമാണ് ആയത്തുൽ കുർസി. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 255 വചനമാണിത്. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും മഹത്വത്തെയും സവിശേഷതകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ വചനം. ഖുർആനിലെ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആയത്തുൽ കുർസിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് വ്യക്തമാക്കിയിരുന്നതായി സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഓരോ ഫർള് നമസ്കാരവും കഴിഞ്ഞ് സലാം വീട്ടിയ ശേഷവും ആയത്തുൽ കുർസി ഓതുന്നത് സുന്നത്താണ്. ഓരോ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണം മാത്രമേ തടസ്സമായുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുൻപായി കിടക്കയിൽ വെച്ച് ആയത്തുൽ കുർസി ഓതുന്നത് നിർബന്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും രാവിലെ ഇത് ഓതിയാൽ വൈകുന്നേരം ഓതിയാൽ പിറ്റേന്ന് രാവിലെ വരെയും പിശാചുകളുടെ ശല്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന്. വീടുകളിൽ പ്രത്യേകിച്ച് പ്രവേശന സമയത്തോ ഭയമുള്ളപ്പോഴോ വീട്ടിൽ പിശാചിൻ്റെ ശല്യമോ ദോഷങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ഇത് ഓതാവുന്നതാണ്. ആയത്തുൽ കുർസി ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാചുകൾ ഓടിപ്പോകുമെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. അള്ളാഹുവിൻ്റെ അറിവ്, ജീവൻ, അധികാരം, സംരക്ഷണം തുടങ്ങിയ പ്രധാന വിശേഷണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആയത്തുൽ കുർസി. യാത്ര പുറപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഭയമുള്ള സാഹചര്യങ്ങളിലോ ആയത്തുൽ കുർസി ഓതുന്നത് മനസ്സിന് ധൈര്യവും യാത്രയിൽ സുരക്ഷിതത്വവും നൽകും. ആയത്തുൽ കുർസി ഓതുന്ന വ്യക്തിയെ സംരക്ഷിക്കാനായി അള്ളാഹു മലക്കുകളെ നിയോഗിക്കുമെന്നും അവർ പ്രഭാതം വരെ ആ വ്യക്തിക്ക് കാവലിരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്ലീസ് സ്വന്തം നാക്കുകൊണ്ട് സമ്മതിച്ച കാര്യമാണ് മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ പിന്നെ അവനെ ഉപദ്രവിക്കാൻ ഇബ്ലീസിന് സാധിക്കില്ല എന്നുള്ളത്.